ലൈഫ് മിഷൻ ചരിത്രം എഴുതി ചേർക്കാൻ അല്പസമയത്തിനകം മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകളുടെ പ്രഖ്യാപനം നടത്തുമ്പോൾ വിവിധ ജില്ലകളിൽ നിന്ന് ലൈഫ് മിഷനിൽ പണി പൂർത്തീകരിച്ച വീടുകളുടെ കണക്ക്, കൈമാറിയ വീടുകളുടെ കണക്കുമായി പല ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേർന്നു. ഇപ്പോൾ വയനാട്ടിൽ നിന്നും ജോഷില ചേരുകയാണ്. ജോഷില, അടുത്ത ഈ മാസം മാർച്ച് 1-ാം തീയതി മറ്റൊരു മധുരം വയനാടിനുണ്ട്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൻ്റെ 178 വീടുകളുടെ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം അവിടെ നടക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് മറ്റൊരു മധുരം. ലൈഫ് മിഷനിലൂടെ നിരവധി വീടുകൾ, 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി വയനാട്ടിലും 10,000-ഓളം വീടുകൾ പൂർത്തിയാക്കുന്നുണ്ട്. എന്താണ് വയനാട്ടിൽ നിന്നുള്ള കണക്ക്? അവിടുത്തെ സന്തോഷച്ചിരിയുടെ വിവരങ്ങൾ എന്താണ്? സിജു, വയനാട് മേപ്പാടി ഉണ്ടായ ദുരന്തത്തിന്റെ കണക്ക് നമുക്കറിയാം. ദുരന്ത ബാധിതരായ 410 പേർക്ക് ടൗൺഷിപ്പിൽ വീട് ഉയരുകയാണ്. മാർച്ച് 1-ാം തീയതി 178 പേരുടെ വീടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്, ഏറെ ആശ്വാസകരമായ കാര്യമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ലൈഫ് മിഷനിൽ വീട് ലഭിച്ചവരുടെ എണ്ണമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്തവർക്ക് പുതിയ ജീവിതം സർക്കാർ കൈപിടിച്ചു നൽകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വയനാട്ടിലെ 27,000-ൽ പരം വരുന്ന ആളുകൾ, 27,707 ആളുകൾക്കാണ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് വീട് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നു എന്നുള്ളത്. അതിൽ 37,584 പേരായിരുന്നു ഇതിൽ അർഹത പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ കരാറിലേർപ്പെട്ട് ഭവന നിർമ്മാണം ഇനി പൂർത്തീകരിക്കാനുള്ള, ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നവർ 5,467 പേരാണ്. ഈ 5,467 പേർ എന്ന് പറയുന്നത് പൂർത്തീകരിക്കാൻ ഇനി ചില്ലറ ജോലികൾ മാത്രം, പണി പൂർത്തീകരിക്കാനുള്ള പ്രവൃത്തികൾ മാത്രം ബാക്കിയുള്ളവരാണ് എന്നുള്ളതാണ്. എന്തായാലും അവരുടെയും വീടിന്റെ പണി പൂർത്തിയാകും. പൂർണ്ണമായും എല്ലാവർക്കും, ഈ പട്ടികയിലുള്ള എല്ലാവർക്കും, 33,000-ൽ പരം ആളുകളാണ് പട്ടികയിലുള്ളത്, അവർക്കെല്ലാവർക്കും വീട് ലഭിക്കും എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം കൂടിയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, വയനാട്ടിലെ മറ്റൊരു കണക്ക്, പട്ടികജാതി വിഭാഗത്തിൽ 2,057 പേരും പട്ടികവർഗ വിഭാഗത്തിൽ 11,266 പേരുമാണ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ വീടുകളിലേക്ക് കയറി താമസിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം. അതിൽ നമ്മളുടെ കൂടെ സരോജിനി ചേച്ചിയുണ്ട്, അമ്മാന് ഉന്നതിയിൽപ്പെട്ട അല്ലേ, അവിടെയല്ലേ സരോജിനി ചേച്ചി നമ്മളോട് അവരുടെ ഒരു അനുഭവം പറയും. ചേച്ചി വീട് പണി പൂർത്തീകരിച്ച് വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? വീട് നേരത്തെ എങ്ങനെയായിരുന്നു? വീട് അങ്ങനെ ചോർന്ന് വലിച്ചതായിരുന്നു. പിന്നെ ലൈഫിന്റെ വീടൊക്കെ കിട്ടി. പിന്നെ പണി പൂർത്തിയായി. കുറച്ച് പണിയും കൂടി ഉണ്ടെങ്കിൽ കയറിക്കൂടാ എന്നൊക്കെയാണ് പറയാനുള്ളത്. എന്ത് തോന്നുന്നു ഇപ്പോൾ? സന്തോഷം തോന്നുന്നുണ്ട്. സർക്കാരിനോട് എന്താ പറയാ? സർക്കാരിനോട് നന്ദി പറയാണ്. സന്തോഷമാണ്. നേരത്തെ എങ്ങനെയായിരുന്നു താമസിച്ചിരുന്നൊക്കെ? നേരത്തെ കഷ്ടപ്പാടായി. അതൊക്കെ മാറിയില്ലേ? അതൊക്കെ മാറി. സന്തോഷത്തിലേക്കാണല്ലേ ഇപ്പൊ സന്തോഷമാണ്. ഇതാണ് സരോജിനേച്ചിയുടെ വീട്. ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മൾ അല്പസമയം മുമ്പ് അവിടെ പോയതാണ്. നേരത്തെ ചെറിയൊരു കൂരയിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട് മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിൽ ഞങ്ങളെ കണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാലും ചേച്ചി അങ്ങോട്ടേക്ക് തന്നെ പോയിക്കോ. ഞങ്ങളത് പ്രേക്ഷകരിലേക്ക് കൈമാറാൻ വേണ്ടി അവരുടെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറയാൻ തയ്യാറായതാണ്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് വയനാട് ജില്ല ഈ ഒരു ദിവസത്തെ വരവേൽക്കുന്നത് എന്നുള്ളതാണ് സിജു. ശരി ജോഷില, ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ, അവിടെ 410 വീടുകൾ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഉയരാൻ പോകുകയും ചെയ്യുന്നുണ്ട്. 178 വീടുകൾ മാർച്ച് 1-ന് നൽകുകയും ചെയ്യും. ഏകദേശം 100ഓളം വീടുകളാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന മാത്രം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചു നൽകിയത്. എടുത്തു പറയേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നിലപാടുകൾ. വയനാട് ദുരന്ത ബാധിതരെ കൂടി പറ്റിച്ച അവർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ് ലൈഫ് മിഷന്റെ ഉയരാൻ പോകുന്ന ഈ വീടുകൾ. ആദ്യഘട്ടത്തിൽ കൈമാറുമ്പോൾ സർക്കാരിനൊരു തീരുമാനം ഉണ്ട്. എല്ലാ പണികളും പൂർത്തിയാക്കി അവരെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ തന്നെ ആയിരിക്കണം ആ വീടുകളിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത് എന്നുള്ളതാണ്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആ ദുരന്തത്തിൽപ്പെട്ട് അവരെ ആ ദുരന്തത്തിൽ നിന്നും വാരിയെടുത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവൻ രക്ഷിച്ചവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇതുവരെ എത്തിക്കുമ്പോൾ സർക്കാർ ഉണ്ടായിരുന്ന ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീട് എങ്ങനെയായിരിക്കണം, ഒരാൾക്ക് കയറി താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പ്രാഥമിക സൗകര്യം എല്ലാം ഒരുക്കിക്കൊണ്ട് ആയിരിക്കണം ഈ വീടുകളിൽ കഴിയേണ്ടത് എന്നുള്ള
എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അത് സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. മാർച്ച് 1-ാം തീയതി അത് നടക്കാൻ പോവുകയാണ്. അവർ തന്നെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതാണ് പലരും. ഞായറാഴ്ച ആയിരുന്നെങ്കിൽ അത് ഏറെ സൗകര്യമായിരുന്നു, ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീട് കയറി താമസിക്കലിൽ പങ്കെടുക്കാമായിരുന്നു എന്നുള്ളതൊക്കെ അവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും നോക്കിക്കൊണ്ടാണ് മാർച്ച് 1-ാം തീയതി ആ ഒരു വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിക്കാൻ പോകുന്നത്. സാധാരണ പുനരധിവാസം എന്നുള്ള രീതിയിൽ ഒരു വീട് മാത്രമല്ല അവർക്ക് കൈമാറുന്നത്, അതിനോടൊപ്പം അവരുടെ ജീവിതം കൂടി കരുപ്പിടിപ്പിക്കുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ടൗൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രാമം തന്നെ, ഹരിത ഗ്രാമം തന്നെ നിർമ്മിച്ചുകൊണ്ടാണ് സർക്കാർ അവരെ പുനരധിവസിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകോത്തര മാതൃകയായി ഒരു പുനരധിവാസത്തിന് ഒരു ടൗൺഷിപ്പ് ഒരുക്കുകയാണ് സർക്കാർ. ആ ടൗൺഷിപ്പ് അതേ രൂപത്തിൽ തന്നെ എന്താണോ ഭാവനയിൽ കണ്ടിരുന്നത് അതേ രൂപത്തിൽ തന്നെ അവർക്ക് കൈമാറണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് മാർച്ച് 1-ാം തീയതി കൈമാറാൻ പോകുന്നത്. ഇന്നും അവിടെ തിരക്കിട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ പണി ഏറ്റവും ബലവത്തായ രീതിയിൽ. ഒരിക്കലും മറ്റൊരു എന്തെങ്കിലും ഒരു ദുരന്തം വന്നാൽ പോലും പോകാത്ത രീതിയിലുള്ള അടിത്തറയോടുകൂടിയ വീടുകളുടെ അടിത്തറ മാത്രമല്ല, അവിടെയുള്ള ടൗൺഷിപ്പിലെ റോഡുകളുടെ അടിത്തറ പോലും അത്രയും ഭദ്രമാക്കിക്കൊണ്ടാണ് അവരെ പുനരധിവസിപ്പിക്കാൻ പോകുന്നത്. 10 സീവേജ് പ്ലാന്റുകൾ അവിടെ ഏറ്റവും ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ശുദ്ധജല വിതരണ ടാങ്ക് പൂർത്തിയാക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും പൊതു ഇടങ്ങൾ 7 സെന്റ് ഭൂമി മാത്രമാണ് രേഖയിലാക്കി പട്ടയം അവർക്ക്, ഭൂമിയും വീടും ആണ് അവർക്ക് പട്ടയമാക്കി കൈമാറാൻ പോകുന്നതെങ്കിൽ പോലും അവിടെയുള്ള പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് അവരെ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ഗ്രാമം എന്നുള്ള രീതിയിലേക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ പോവുകയാണ്. പൊതു ഇടങ്ങൾ അവർക്കായി അവിടെ വേറെയുണ്ട്. അതുപോലെ തന്നെ മൈതാനം, ആശുപത്രി, സ്കൂൾ, അങ്ങനെ വലിയ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ടൗൺഷിപ്പ് വിഭാവനം ചെയ്തുകൊണ്ടാണ്, ആ ഭാവന പൂർത്തീകരിച്ചുകൊണ്ടാണ് മാർച്ച് 1-ാം തീയതി അവരെ 178 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുക. 410 കുടുംബങ്ങൾ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.